നമസ്കാരം. പ്രൗഢം പ്രാദേശിക സഭാചരിതം ദേവാലയ ചരിത്ര പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുവിത്തുറ പള്ളി മധ്യ കേരളത്തിലെ പ്രധാന പള്ളികളിലൊന്നാണ് പാലാ രൂപതയിലെ അരുവിത്തുറ പള്ളി. മീനച്ചിലാറിൻ്റെ ഇടതുകരയിൽ പശ്ചിമഘട്ടം മലനിരയുടെ പടിഞ്ഞാറേ ചെരുവിലാണ് ഇതിൻ്റെ സ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രദേശങ്ങൾ പണ്ട് ദ്രാവിഡരുടേതായ ചേര രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ദീപസ്തംഭമായി 19 നൂറ്റാണ്ടുകളായി ഈ പള്ളി വിളങ്ങി നിൽക്കുന്നു. കോട്ടയം പട്ടണത്തിൽ നിന്നും 25 മൈൽ കിഴക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി പ്രമുഖ ക്രൈസ്തവ കേന്ദ്രമായ പാലായോടും ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമത്താൽ പ്രസിദ്ധമായ ഭരണങ്ങാനത്തിനോടും അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്നു. പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് പോലെ ഇന്ത്യയുടെ അപ്പസ്തോലനായ സെയിൻറ്റ് തോമസ് മലബാറിലെ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം പ്രസംഗിച്ചു. യേശുവിൻ്റെ അപ്പസ്തോലനായ സെൻറ്റ് തോമസ് അരുവിത്തുറ സന്ദർശിക്കുകയും പ്രമുഖ കുടുംബങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും മീനച്ചിൽ നദിയുടെ തീരത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം വിശുദ്ധ തോമാശ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്രയിൽ സന്ദർശനം നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. തോമാശ്ലീഹായാൽ സ്ഥാപിതമായ ഒരു വിശ്വാസ സമൂഹമാണ് ഇവിടെയുള്ളത് എന്ന് കരുതപ്പെടുന്നുവെങ്കിലും തോമാശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളെപ്പറ്റി മാത്രമേ ആധികാരികമായി റമ്പാൻ പാട്ടിലും മറ്റു രേഖകളിലും പ്രതിപാദിക്കുന്നുള്ളൂ എന്നതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറയുന്നത് ശരിയല്ല. ക്രിസ്തു വർഷാരംഭത്തിൽ വെള്ളാളച്ചെട്ടികളെന്ന ഹൈന്ദവ ജനവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമമായിരുന്നു ഈരാപ്പുഴ എന്നറിയപ്പെട്ടിരുന്ന ഈരാറ്റുപേട്ട. വെള്ളാളച്ചെട്ടികളുടെ പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നു. പശ്ചിമഘട്ടത്തിനപ്പുറം കിടക്കുന്ന തമിഴ് പ്രദേശങ്ങളുമായി ഇവർക്ക് നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. തമിഴ് വ്യാപാരികൾ അവരുടെ ശൈലി അനുസരിച്ച് ഈ സ്ഥലത്തിന് അരുവിത്തുറ എന്ന് പേര് നൽകി. അരുവിത്തുറ എന്നാൽ വെള്ളച്ചാട്ട പട്ടണം എന്നാണ് അർത്ഥം. മീനച്ചിലാറിൻ്റെ 2 പോഷക നദികൾ കൂടിച്ചേരുന്നതിനടുത്തായി പട്ടണത്തോട് ചേർന്ന് ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ടായിരുന്നു എന്നതിനാലാണ് അരുവിത്തുറ പള്ളി വെള്ളച്ചാട്ട പട്ടണത്തിലെ പള്ളിയായിട്ട് മാറിയത്. പാലാ രൂപതയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായ അരുവിത്തുറ ക്രിസ്തു വർഷം 151 സ്ഥാപിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ പാലാ രൂപതയിലെ എല്ലാ പ്രധാന പള്ളികളുടെയും അമ്മപ്പള്ളിയാണിത്. പാലാ, ഭരണങ്ങാനം, പ്ലാസനാൽ, പൂഞ്ഞാർ തുടങ്ങി പല പ്രധാന പള്ളികളും അരുവിത്തുറ പള്ളിയുടെ കീഴിലായിരുന്നു. 13-ാം നൂറ്റാണ്ട് വരെ ഈ പള്ളി പരിശുദ്ധ അമ്മയുടെ നാമത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇന്നും പ്രധാന അൾത്താരയുടെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം തന്നെയാണ്. തോമാശ്ലീഹായാൽ സ്ഥാപിതമായ നിലയ്ക്കലിലെ വിശ്വാസികൾ 13-ാം നൂറ്റാണ്ടിൽ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു എന്നാണ് ചരിത്രം. അവർ കൂടെ കൊണ്ടുവന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രതിമ അരുവിത്തുറയിൽ സ്ഥാപിച്ചു. അന്നു മുതൽ പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കാലക്രമേണ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മധ്യസ്ഥൻ്റെ സഹായം തേടി ഇവിടെ എത്തിത്തുടങ്ങി. മാധ്യസ്ഥം തേടി എത്തിയവർക്കെല്ലാം വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു. അങ്ങനെ അരുവിത്തുറയിലെ വിശുദ്ധ ഗീവർഗീസ് അരുവിത്തുറ വല്യച്ഛൻ എന്നറിയപ്പെട്ടു തുടങ്ങി. തൻ്റെ സന്നിധിയിൽ വന്ന് മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് അശ്വാരൂഢനായി വാഴുന്ന അരുവിത്തുറയുടെ
ആത്മീയ ചൈതന്യമായ വലിയച്ഛൻ. കുരുമുളകും വറുത്ത അരിയും പ്രധാന നേർച്ചയാണിവിടെയെങ്കിൽ കുരിശിൽ എണ്ണയൊഴിക്കുന്നതും തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ് ഇവിടുത്തെ പ്രധാന ഭക്ത അഭ്യാസങ്ങൾ. അരുവിത്തുറയിലെ പള്ളിയുടെ ആദ്യ കെട്ടിടം ഹിന്ദു ക്ഷേത്രങ്ങളുടെ രീതിയിൽ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ടിന് മുൻപ് ഒന്നോ രണ്ടോ തവണ പള്ളി പുനർനിർമ്മിച്ചതായി പറയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ട് വരെ പ്രദേശത്തെ പ്രമുഖ കുടുംബങ്ങളാണ് പുരാതന പള്ളികൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കല്ലറയ്ക്കൽ കത്തനാരുടെ നേതൃത്വത്തിൽ പ്രമുഖ കുടുംബങ്ങൾ ചേർന്ന് ഒരു പുതിയ പള്ളി നിർമ്മിച്ചു. അരുവിത്തുറ തിരുനാൾ എന്നറിയപ്പെടുന്ന തിരുനാളിന് സെൻറ് ജോർജ് പള്ളി വളരെ പ്രശസ്തമാണ്. ഏപ്രിൽ മാസത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ആഘോഷം സാധാരണയായി 23 മുതൽ 25 വരെ നീണ്ടു നിൽക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പട്ടണത്തിലൂടെയുള്ള സെൻറ് ജോർജിൻ്റെ മഹത്തായ ഘോഷയാത്ര, വെടിക്കെട്ട്, മനോഹരമായ പള്ളിപ്രകാശം എന്നിവയാൽ ഈ തിരുനാൾ പ്രശസ്തമാണ്. ഒരു നാടിൻ്റെ സവിശേഷമായ വളർച്ചയുടെ കേന്ദ്രമാണ് ഒരു പള്ളി എന്ന് പറയുന്നതിൽ അരുവിത്തുറ പള്ളിയെ മാതൃകയാക്കാം. ഈ മലയോര മേഖലയുടെ വിദ്യാഭ്യാസ, ആതുര സേവന, സാംസ്കാരിക, സാമൂഹിക വളർച്ചയിൽ ഈ പള്ളിയുടെ പങ്ക് വളരെ വലുതാണ്. ഈ പള്ളി കേന്ദ്രീകൃതമായാണ് ഈ നാട് വളർന്നത്. ഇവിടുത്തെ നാനാജാതി മതസ്ഥരായ ജനവിഭാഗം വളർന്നത്. കഴിഞ്ഞ 18ാം നൂറ്റാണ്ടായി ചൈതന്യവത്തായി അനുഗ്രഹം ചൊരിഞ്ഞ് കാത്തിരിക്കുന്ന ഈ ദേവാലയ മുത്തശ്ശി നാടിനും ലോകത്തിനും വേണ്ടി നിലകൊള്ളുന്നു. എന്നും അത് അങ്ങനെ തന്നെ ആയി തുടരുകയും ചെയ്യാം. അനുഗ്രഹത്തിൻ്റെ ഈ വലിയ പള്ളിയിലേക്ക് നിത്യേന എത്തുന്ന ആയിരങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു.